അതായത് ഞാനിപ്പോൾ ഉള്ളത് വഴുക്കി വീഴുന്ന നാട്ടിലാണ്, ഗ്രീസ് അല്ലേ. ഗ്രീസിൽ കാലുകുത്തിയാൽ വഴുക്കും, പക്ഷേ ഇവിടെ വഴുക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഓർഡർ കടന്ന് ഗ്രീസിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷയൊന്നും നമുക്കിനി തീരെ വായിക്കാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു സാധാരണ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീസിലെ കാലംബാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു മലയുടെ പ്രകൃതിദത്തമായിട്ടുള്ള മലയുടെ മുകളിലായിട്ടുള്ള ഒരു മൊണാസ്ട്രി കാണാനാണ് എത്തിയിരിക്കുന്നത്. മെറ്റിയോറ എന്നാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ പേര്. ഇപ്പോൾ എത്തിയപ്പോൾ തന്നെ നമ്മൾ ലൈറ്റായി. നമ്മൾ നോർത്ത് മാസിഡോണിയയിൽ നിന്നുള്ള യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡറൊക്കെ താണ്ടി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ സമയം 7:38. കാരണം ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീസിലെ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ മുന്നിലാണ്. അതായത് നോർത്ത് മാസിഡോണിയയിൽ നമ്മുടെ ടൈമിനേക്കാൾ 1 മണിക്കൂർ മുന്നിലാണ് ഗ്രീസിലെ ടൈം എന്നുള്ളതാണ്. ആ ബോർഡർ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മൊണാസ്ട്രി, കാത്തോലിക് മൊണാസ്ട്രിയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് വലിയ പാറക്കെട്ടിൻ്റെ മുകളിലാണ്. നമുക്ക് താഴെ നിന്നാൽ കാണാൻ പറ്റും. വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു മൊണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആളുകൾ നമുക്ക് നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു. ലുക്കൂമി ആൻഡ് ബിസ്ക്കറ്റ്. നല്ല സ്നേഹപൂർവ്വമുള്ള സ്വീകരണമായിരുന്നു ഇവിടെ കിട്ടിയത്. വാവ്, 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു മൊണാസ്ട്രിയാണിത്. ഫുള്ളായിട്ട് വാളിൽ മുഴുവൻ പെയിൻറ്റിങ്ങുകളാണ്. ഗ്രീസിൻ്റെ തനതായിട്ടുള്ള പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലാണ് മൊണാസ്ട്രി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇരുപത്തിനാലോളം മോണസ്ട്രികളുണ്ട് ഈ ഒരു പർവ്വതത്തിന് മുകളിലായിട്ട്. ആത്തോസ് മൗണ്ടൻ എന്നാണ് ഈ ഒരു മൗണ്ടൻ്റെ പേര്. ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ഫുള്ളായിട്ട് കാത്തോലിക്കൻസിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വാങ്ങിക്കാനുള്ളത്. ഇവിടെയൊക്കെ മൊണാസ്ട്രികളാണ്. ഈ പാറയുടെ മുകളിലായിട്ട് വലിയൊരു പാറക്കെട്ടാണ്, വളരെ ഹൈറ്റുള്ള. അതിന് മുകളിലായിട്ടൊക്കെ മൊണാസ്ട്രികളാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇതെല്ലാം. ഈ ഭാഗത്തൊക്കെ താമസിക്കാനുള്ള റൂമുകളൊക്കെയാണ്. ഓർത്തഡോക്സ് ആശ്രമങ്ങളുടെ ഒരു സമുച്ചയമാണ് ഈ ഒരു പാറയുടെ മുകളിലായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. ഗുഡ് മോർണിംഗ് ഗ്രീസ്. നമ്മളിപ്പോൾ ഉള്ളത് കാലംബാക്കയിലാണ്. കാലംബാക്ക എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രീക്ക് നഗരമാണ്. അപ്പോൾ ആ കാണുന്നതാണ് വലിയ പാറക്കെട്ടുകൾ നമുക്ക് കാണാം. ഇന്നലെ നമ്മൾ രാത്രി അതിലൊരു പാറക്കെട്ടിൻ്റെ മുകളിലാണ് പോയത്, അവിടെയുള്ള മൊണാസ്ട്രി കാണാനായിട്ട്. അതിലൊക്കെ ഒരുപാട് മൊണാസ്ട്രികൾ 14-ാം നൂറ്റാണ്ട് മുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് ആശ്രമങ്ങളാണ്, അതായത് ഓർത്തഡോക്സ് മൊണാസ്ട്രികളാണ് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട്
സെറ്റ് ചെയ്തപ്പെട്ടിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. രാത്രി ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പോകുന്നത് ഏതൻസിലേക്കാണ്. ഏതൻസിൻ്റെ അതിമനോഹര കാഴ്ചകളും ചരിത്ര കാഴ്ചകളും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണിത്, അന്റോണിയാഡിസ്. അതിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത്. വളരെ തല്ലിപ്പൊളി ഹോട്ടലാണ്. കാരണം ഇവിടെയുള്ള ഹോട്ടലുകളൊന്നും അത്രയൊന്നും മികച്ചതൊന്നുമല്ല. നമ്മുടെ ഒരു ലോഡ്ജിൻ്റെ സെറ്റപ്പ് മാത്രമേ, ഇത് 4 സ്റ്റാർ ഹോട്ടലാണെന്നാണ് പറയുന്നത്, പക്ഷേ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിൽ. നമ്മുടെ സാധാരണ ഒരു ലോഡ്ജിൻ്റെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹോട്ടലിൻ്റെ റൂമിനൊക്കെ. വളരെ നിരാശയായിരുന്നു ഈ ഹോട്ടലിലെ താമസം. അപ്പോൾ ഈ വരുന്ന ആളുകൾ ഈ ഒരു ഹോട്ടൽ ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. കാലംബാക്കയിലെ പ്രഭാതമാണ് ഈ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ടൈമുമായിട്ട് ഏകദേശം 2.5 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ. ഇന്നലെ വരെ 3.5 മണിക്കൂർ ഡിഫറൻസ് ആയിരുന്നു. ഗ്രീസിലേക്ക് കയറിയതോടുകൂടി 2.5 ആയിട്ട് അത് ചുരുങ്ങി. അങ്ങനെ ഗ്രീസിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഏതൻസിൽ കാലുകുത്തിയിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു നഗരമാണ് ഏതൻസ്. നല്ല തിരക്കുള്ളൊരു നഗരം. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ വന്ന പോലെ ഉണ്ട്, അത്രയ്ക്ക് തിരക്കുണ്ട് എല്ലാ ഭാഗത്തും. കാരണം എല്ലാം അധികം ടൂറിസ്റ്റുകൾ തന്നെയാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു താള് അത് ഗ്രീസിൽ നിന്നാണ്. ഏറ്റവും പഴക്കമുള്ള നഗരവും ഈ ഏതൻസ് ആണ്. ആക്രോപോളിസ് ആണ് നമ്മളെ കാണുന്നത്. ഇനി നമ്മൾ അതാണ് സന്ദർശിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം, അതിനു വേണ്ടി വന്നതാണ്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗ്രീക്ക് കബാബാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഫിഷുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടലിൽ കയറി അതുപോലെ തന്നെ ഉണ്ട്, നമുക്കത് ഫീൽ ചെയ്യാം. കബാബിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഗ്രീക്ക് സ്പെഷ്യൽ കബാബ്. ഒരുപാട് സെലിബ്രിറ്റീസുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇവിടെ. ചിക്കൻ കബാബ് എത്തിയിരിക്കുകയാണ്. ചിക്കൻ കബാബ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച ഈ ഒരു റെസ്റ്റോറൻറ്റ് 1879 സ്ഥാപിതമായതാണ്. അത്ര ലെഗസിലുള്ള റെസ്റ്റോറൻ്റ് എന്നാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചത്. എത്ര ആളാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് എന്നുള്ളത് നോക്കുക.